ഹായ് മക്കളെ, എല്ലാവർക്കും എക്സോഡസ് റേസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അക്കൗണ്ടിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെറിയ ഭാഗമാണ് നോക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ കോൺട്രാ എൻട്രീസ് എന്താണ് എന്നാണ് വ്യക്തമാക്കാൻ പോകുന്നത്. ഇത് പറഞ്ഞു തരാൻ വളരെ ഈസിയാണ്. പക്ഷേ ഇതിൻ്റെ അകത്തൊരു കാര്യം, നിങ്ങൾ ഇതിൻ്റെ എൻട്രി എങ്ങനെയാണ് വരുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുക. കോൺട്രാ എൻട്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊരു വിശദീകരണം നമ്മൾ കൊടുത്തിട്ടുണ്ട്. Contra entries and accounting transaction involves transferring fund between two related accounts. രണ്ട് റിലേറ്റഡ് അക്കൗണ്ട്സ് തമ്മിൽ ഫണ്ട് കൈമാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു ട്രാൻസാക്ഷൻ ആണ് കോൺട്രാ എൻട്രി എന്ന് പറയാറുള്ളത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കോൺട്രാ വൗച്ചർ. കോൺട്രാ വൗച്ചർ എന്നറിയപ്പെടുന്നു. കോൺട്രാ എൻട്രീസ് ആർ റെക്കോർഡഡ് ഇൻ ബോത്ത് ക്യാഷ് ബുക്ക് ആൻഡ് ബാങ്ക് ബുക്ക്. ബാങ്ക് ബുക്കിലും അതുപോലെ തന്നെ ക്യാഷ് ബുക്കിലും രേഖപ്പെടുത്താറുണ്ട്. സച്ച് എൻട്രീസ് ആർ മാർക്ക് വിത്ത് ലെറ്റർ സി ഇൻ ദ ഫോളിയോ കോളം. ലെറ്റർ ഫോളിയോയിൽ നമ്മൾ സി എന്ന് പറഞ്ഞ് രേഖപ്പെടുത്താറുണ്ട്. ഇതെന്താണെന്ന് മനസ്സിലാക്കി തരാനായിട്ട് ഞാൻ എക്സാമ്പിൾ പറഞ്ഞു തരാം. നോക്കിയേ, നിങ്ങളൊരു ബിസിനസ് ഓണർ ആണ് എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ കൈവശം കുറച്ച് ക്യാഷ്, ബിസിനസ് ഓണർ അല്ല, നിങ്ങളുടെ കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ടെന്ന് കരുതിയാലും മതി. നിങ്ങളുടെ കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ട്. നോക്കിയേ, നിങ്ങളുടെ ബാങ്കിൽ നിങ്ങൾക്കൊരു അക്കൗണ്ട് ഉണ്ട് എന്നിരിക്കട്ടെ. നിങ്ങളുടെ ബാങ്കിൽ നിങ്ങൾക്കൊരു അക്കൗണ്ട് ഉണ്ട്. അപ്പം നിങ്ങളുടെ കൈവശം ക്യാഷ് ഇരിപ്പുണ്ട്, നിങ്ങളുടെ ബാങ്കിലും നിങ്ങൾക്ക് ക്യാഷ് ഉണ്ട്, ബാങ്കിലും ഇരിപ്പുണ്ട് കേട്ടോ. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേ മക്കളെ, നിങ്ങൾ ബാങ്കിലേക്ക് നിങ്ങളുടെ കയ്യിൽ നിന്നും കുറച്ച് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് എന്നിരിക്കട്ടെ. ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഈ ക്യാഷ് ബാങ്കിലേക്ക് ചെയ്യുന്നു. നിങ്ങൾ വൈകുന്നേരം പേഴ്സ് തപ്പി നോക്കി, അല്ലെ പോക്കറ്റ് തപ്പി നോക്കിയോ, ക്യാഷ് ഇല്ല. ഉടനെ നിങ്ങൾ പറയാ, അയ്യോ ക്യാഷ് കുറഞ്ഞു പോയി, എനിക്ക് ലാഭം കുറഞ്ഞു പോയി എന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല. കാരണം എന്താ? നിങ്ങളുടെ പേരിൽ ബാങ്കിൽ ആ പൈസ കിടപ്പുണ്ട്. അപ്പോൾ ട്രാൻസാക്ഷൻ നടന്നുവെങ്കിലും അതിൻ്റെ ഒരു എഫക്റ്റ് അവിടെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇനി അത് വിഡ്രോ ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ച് നോക്കിയേ. പണം പിൻവലിച്ചു, പിറ്റേ ദിവസം മൊബൈൽ എടുത്ത് നോക്കി, പിൻവലിച്ച ശേഷം അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിട്ടുണ്ട്, അയ്യോ നഷ്ടമാണ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ആ പൈസ നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. അപ്പോൾ അവിടെ വരുന്ന ട്രാൻസാക്ഷൻ, രണ്ട് റിലേറ്റഡ് അക്കൗണ്ട്സ് തമ്മിൽ ട്രാൻസാക്ഷൻ നടന്നു, പക്ഷേ അതിൻ്റെ എഫക്റ്റ് ഇല്ല. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് കോൺട്രാ എൻട്രി. പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾക്കാണ് ഈ കോൺട്രാ എൻട്രി ആപ്ലിക്കബിൾ ആകുന്നത്. ചെക്ക് ഡെപ്പോസിറ്റ് ലേറ്റർ ആയിട്ട് ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്താൽ ഈ കോൺട്രാ എൻട്രി വരുന്നുണ്ട്. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ക്യാഷ് ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക്, അതുപോലെ ക്യാഷ് വിഡ്രോ ഫ്രം ബാങ്ക് ആണ് പ്രധാനമായിട്ടും കോൺട്രാ എൻട്രി അഫക്റ്റ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം മക്കളെ. ക്യാഷ് ഡെപ്പോസിറ്റ്, നിങ്ങൾ ക്യാഷ് ബുക്ക് രേഖപ്പെടുത്തുമ്പോൾ രണ്ട് വശങ്ങളുണ്ട്. അതിലെ ഒരു വശമാണ് റെസിപ്റ്റ് സൈഡ്. റെസിപ്റ്റ് സൈഡാണ് ഒരു വശം വരുന്നത്, റെസിപ്റ്റ് സൈഡ്. ഇനി മറുവശം വരുന്നതാണ് പേയ്മെന്റ് സൈഡ്. ഇവിടെ നിങ്ങൾ എന്തായിരിക്കും എഴുതുന്നത്? എല്ലാ പേയ്മെന്റുകളായിരിക്കും ഇവിടെ രേഖപ്പെടുത്തുന്നത്, അല്ലെ? പേയ്മെന്റുകളായിരിക്കും. ഒന്ന് റെസിപ്റ്റ്, മറ്റൊന്ന് പേയ്മെന്റുകൾ. ഇനി ഞാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാകാനായിട്ട് ഒരു കാര്യം പറയാം. ഒരു കോളത്തിൽ ക്യാഷ് ബാങ്ക്, ഇവിടെയും ക്യാഷ് ബാങ്ക്, ഡേറ്റ് പർട്ടിക്കുലർ, ലെഡ്ജർ ഫോളിയോ, ക്യാഷ് ബാങ്ക്. ഇത് രണ്ട് വശത്തും ഉണ്ട്. കാരണം ക്യാഷ് വന്നതും ക്യാഷ് പോയതുമാണ് നമ്മൾ എഴുതുന്നത്. ക്യാഷ് ബുക്ക് എങ്ങനല്ലേ? വന്ന ക്യാഷുകൾ, പോയ ക്യാഷ്, ഇങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ക്യാഷ് വന്നു എന്ന് പറയുന്നതിൽ ഇതൊരു ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ ക്യാഷ് വന്നിട്ടുണ്ട്. എങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്? ക്യാഷായിട്ട് തന്നെ ബിസിനസ്സിൽ വന്നു, ബാങ്കിലൂടെ നമ്മുടെ ബിസിനസ്സിൽ വന്നു. ഒരാൾ ബാങ്കിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത് തന്നു കഴിഞ്ഞാൽ നമ്മൾ ബാങ്കിന്റെ കോളത്തിലാണ് രേഖപ്പെടുത്തുന്നത്, ബാങ്കിലൂടെ പൈസ വന്നു എന്നറിയിക്കാൻ. നമ്മൾ ബാങ്കിൽ നിന്ന് ഒരാൾക്ക് പേയ്മെന്റ് നടത്തുമ്പോൾ പേയ്മെന്റ് സൈഡിൽ ബാങ്കിൽ അത് രേഖപ്പെടുത്തണം. എന്ന് പറഞ്ഞാൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ പോയി എന്ന് മനസ്സിലാക്കുവാൻ. ക്ലിയർ ആയില്ലേ? അപ്പോൾ റെസിപ്റ്റ് സൈഡ് ക്യാഷ് ഉണ്ട്. അപ്പം ഞാനിവിടെ രേഖപ്പെടുത്തുക ഇങ്ങനെയാണ്, ശ്രദ്ധിക്കുക. ക്യാഷ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ റെസിപ്റ്റ് എന്നും കൂടെ എഴുതാം. നോക്കിയ മക്കളെ, റെസിപ്റ്റ്. എന്ത് റെസിപ്റ്റാ? ക്യാഷ് റെസിപ്റ്റ്. അപ്പോൾ ഒന്നുകൂടെ മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഈസി ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. മക്കളെ ശ്രദ്ധിച്ചേ. ക്യാഷിലൂടെ റെസിപ്റ്റ്, അതായത് ബിസിനസ്സിൽ വന്ന ക്യാഷ് ഉണ്ട്, പോയ ക്യാഷ് ഉണ്ട്. വന്ന ബാങ്കിലൂടെ വന്ന പൈസയുണ്ട്, ബാങ്കിലൂടെ പോയതുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനിവിടെ ക്യാഷ് റെസിപ്റ്റ് എന്ന് എഴുതുക. ഷോർട്ട് ഫോം ആയിട്ട് ഞാൻ ഇങ്ങനെ എഴുതുകയാണ്, ക്യാഷ് റെസിപ്റ്റ്, CR എന്ന് എഴുതിയിരിക്കുന്നു. ഇവിടെ ബാങ്ക് റെസിപ്റ്റ്, ബാങ്കിലൂടെ പണം വന്നു അറിയിക്കാൻ BR എന്ന് ഞാൻ എഴുതുന്നു. ഇവിടെ പേയ്മെന്റ്, ക്യാഷായിട്ട് നമ്മൾ കൊടുത്ത തുകകൾ കാണിക്കാനായിട്ട് ക്യാഷ് പേയ്മെന്റ്, CP എന്ന് എഴുതിയിരിക്കുന്നു. ബാങ്കിലൂടെ പണം വന്നു എന്നറിയിക്കാൻ ബാങ്ക് പേയ്മെന്റ്, വന്നു അല്ല കൊടുത്തതാണ് കേട്ടോ, ബാങ്ക് പേയ്മെന്റ്. നോക്കിയ മക്കളെ, ക്യാഷ് റെസിപ്റ്റ്, ബാങ്ക് റെസിപ്റ്റ്. ക്യാഷായിട്ട് ബിസിനസ്സിൽ പണം വന്നു, ബാങ്കിലൂടെ ബിസിനസ്സിൽ പണം വന്നു. ക്യാഷായിട്ട് ബിസിനസ്സിൽ നിന്ന് പണം പോയി, ബാങ്കിലൂടെ പണം പോയി. ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഒരാൾക്ക് പൈസ കൊടുത്താൽ ഇവിടെ രേഖപ്പെടുത്തും. ക്ലിയർ ആയേ? ഒന്നാമത്തെ ട്രാൻസാക്ഷൻ നോക്കിക്കുക, എന്താ പറയുന്നത്? ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. ഇവിടെ ക്യാഷ് ഡെപ്പോസിറ്റഡ്, ക്യാഷ് കയ്യിൽ നിന്ന് പോയി അക്കൗണ്ടിൽ വന്നു. ഒരു റെസിപ്റ്റ്, ഒരു പേയ്മെന്റും അവിടെ നടന്നു. ശരിയല്ലേ? ഒരു പേയ്മെന്റ് നടന്നു, ഒരു റെസിപ്റ്റ് നടന്നു. ഒരു റെസിപ്റ്റ് നടന്നിട്ടുണ്ട്, ഒരു പേയ്മെന്റ് ഇവിടെ നടന്നിട്ടുണ്ട്. എൻ്റെ ചോദ്യം,
ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്, ബാങ്കിലേക്ക് പണം നിക്ഷേപിച്ചു. ഇവിടെ ബാങ്കിലാണോ കൂടുതൽ തുക വരേണ്ടത്, ക്യാഷിലാണോ? ക്യാഷ് പേയ്മെന്റ് ചെയ്തു, അപ്പൊ ക്യാഷ് കുറഞ്ഞു, ബാങ്ക് കൂടി എന്നാണ് അർത്ഥം, ശരിയല്ലേ? ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്, അപ്പോൾ റെസിപ്റ്റ് ബാങ്കിനാണ് സംഭവിച്ചിരിക്കുന്നത്. റെസിപ്റ്റ് ബാങ്കിനാണ് സംഭവിച്ചിരിക്കുന്നത്, മനസ്സിലായോ? ബാങ്കിൽ റെസിപ്റ്റ്, ക്യാഷ് കുറഞ്ഞു, അപ്പൊ ക്യാഷിൽ പേയ്മെന്റ് ആണ് നടന്നിരിക്കുന്നത്. ക്ലിയർ ആണേ? അപ്പോൾ ബാങ്കിലാണ് നിങ്ങൾക്ക് റെസിപ്റ്റ് സംഭവിച്ചിരിക്കുന്നത്, ബാങ്കിലേക്ക് പണം വന്നു. അപ്പോൾ ബാങ്കിൽ റെസിപ്റ്റ് ആയതുകൊണ്ട് റെസിപ്റ്റ് എന്ന് പറയുന്ന ബാങ്കിന്റെ കോളത്തിൽ നിങ്ങൾ ആ തുക എഴുതുക. എത്രയാണ്? 20,000, 20,000 rupees എഴുതി. ഓക്കെ, നോക്കിയേ. ഇനി പേയ്മെന്റ് എവിടെയാണ്? ക്യാഷിലാണ്. പേയ്മെന്റ് ക്യാഷിൽ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്നും ക്യാഷായിട്ട് 20,000 രൂപ പോയിട്ടുണ്ട്. ഒന്നാമത്തേത് കഴിഞ്ഞു. ഇനി ക്യാഷിൽ എഴുതിയത് കൊണ്ട് നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ട പർട്ടിക്കുലർ ബാങ്ക് എന്നായിരിക്കുമെന്നറിയാം. ഇവിടെ ബാങ്കിലാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് ക്യാഷ് എന്നാണ് പർട്ടിക്കുലർ കൊടുക്കേണ്ടതെന്ന് ഓർക്കുക. അപ്പൊ ഡേറ്റ് കൊടുക്കുന്നു, ഒന്നാമത്തെ ഡേറ്റ്. ഇനി ലെഡ്ജർ ഫോളിയോയിൽ നിങ്ങൾ കോൺട്രാ എൻട്രി എന്നുള്ള സി മാർക്കിങ്ങും കൊടുക്കുന്നു. ഒന്നാമത്തെ എൻട്രി കംപ്ലീറ്റ് ആയി. ക്ലിയർ ആണേ? അടുത്തത് ക്യാഷ് വിഡ്രോവൽ ചെയ്തു ഫ്രം ബാങ്ക്, ബാങ്കിൽ നിന്ന് കുറഞ്ഞു, ക്യാഷിൽ കൂടി. ഓക്കെ, അപ്പോൾ റെസിപ്റ്റും ഉണ്ട് പേയ്മെന്റും ഉണ്ട്. ബാങ്കിൽ നിന്നും പേയ്മെന്റ് സംഭവിച്ചു, ബാങ്കിൽ നിന്ന് പണം പോയി. ഓക്കെ, പേയ്മെന്റ് ബാങ്കിൽ നിന്ന് സംഭവിച്ചു, ക്യാഷ് ആയിട്ട് നമ്മൾ എടുക്കൽ ചെയ്തേ, അപ്പോൾ റെസിപ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. റെസിപ്റ്റ് സംഭവിച്ചത് എവിടെയാണ്? റെസിപ്റ്റ് സംഭവിച്ചത് ക്യാഷ് ആയിട്ട് റിസീവ് ചെയ്തു, അല്ലെ? അപ്പോൾ ക്യാഷ് റെസിപ്റ്റ്. ഇനി പേയ്മെന്റ് എവിടെയാണ് സംഭവിച്ചിരിക്കുന്നത്? ആരിൽ നിന്നാണ് പോയിരിക്കുന്നത്? ബാങ്കിൽ നിന്നാണ് പേയ്മെന്റ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ബാങ്കിൽ നിന്നും പേയ്മെന്റ്, പേയ്മെന്റിന്റെ വശം ഇതാണ്, റെസിപ്റ്റിന്റെ വശം ഇതാണ്. റെസിപ്റ്റ് ക്യാഷ്, ക്യാഷിൽ റെസിപ്റ്റ്, ക്യാഷിൽ റെസിപ്റ്റ് എത്ര രൂപ? 30,000 രൂപ ക്യാഷിൽ റെസിപ്റ്റ് എന്ന് എഴുതുന്നു. പേയ്മെന്റ് ബാങ്ക്, ബാങ്കിൽ നിന്നും പേയ്മെന്റ് 30,000 രൂപ ബാങ്കിൽ നിന്നും പേയ്മെന്റ് ആയിട്ട് പോയിട്ടുണ്ട്. നമുക്കതിന് നേരെ പേയ്മെന്റ് ബാങ്കിൽ വന്നതുകൊണ്ട് ഇവിടെ ക്യാഷ് എന്ന് രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇതൊരു കോൺട്രാ എൻട്രി ആണ്. ഇവിടെ റെസിപ്റ്റ് ക്യാഷിലായതുകൊണ്ട് ഇവിടെ നമ്മൾ ബാങ്ക് എന്ന് രേഖപ്പെടുത്തുന്നു. കോൺട്രാ എൻട്രി ആണ്. ഡേറ്റ് 2 എന്ന് കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ, സംഭവം തീർന്നു. മനസ്സിലായോ? അപ്പോൾ ക്യാഷ് ഡെപ്പോസിറ്റ് ബാങ്ക്, ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തു, ക്യാഷ് കുറഞ്ഞു, ബാങ്ക് കൂടി. ബാങ്കിൽ റെസിപ്റ്റ്, ക്യാഷിൽ പേയ്മെന്റ്. ക്യാഷിൽ പേയ്മെന്റ് ആയതുകൊണ്ട് ആദ്യം ക്യാഷിൽ പേയ്മെന്റ് 20,000, ബാങ്കിൽ റെസിപ്റ്റ് ആയതുകൊണ്ട് ബാങ്കിൽ റെസിപ്റ്റ് 20,000. രണ്ടാമത് ക്യാഷ് വിഡ്രോ ഫ്രം ബാങ്ക് 30,000, 30,000 ക്യാഷായി സ്വീകരിച്ചു, ക്യാഷ് കൂടി. ശരിയല്ലേ? ഇവിടെ എന്ത് സംഭവിച്ചു മക്കളെ? ക്യാഷും ഉണ്ട് ബാങ്കും ഉണ്ട്, അല്ലേ? ബാങ്കും ഉണ്ട്. ഇത് ക്യാഷും ബാങ്കും. രണ്ടാമത്തെ ക്യാഷ് വിഡ്രോ, അപ്പോൾ ക്യാഷ് കൂടി ബാങ്ക് കുറഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ക്യാഷിൽ റെസിപ്റ്റ് 30,000, ബാങ്കിൽ പേയ്മെന്റ് 30,000, കാരണം ബാങ്കിൽ നിന്നാണ് കുറവ്. ഇതാണ് കോൺട്രാ എൻട്രി. ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഒരു പക്ഷെങ്കിൽ ഏതിൽ കൂടും കുറയും എന്നുള്ള കൺഫ്യൂഷനുള്ള കുട്ടികളുണ്ടെങ്കിൽ ഇതൊന്ന് കണ്ട് വൃത്തിയായിട്ട് മനസ്സിലാക്കിയാൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കോൺട്രാ എൻട്രി വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായോണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ക്ലിയർ ആയിട്ട് പഠിക്കുക കേട്ടോ, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ മക്കളെ, പുതിയ ഓൺലൈൻ ബാച്ച് നമ്മൾ 8-ാം തീയതി ഇന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. 2 ദിവസങ്ങളുടെ ഡിലേ ആണ്. 10-ാം തീയതി ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഈ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കുമായി കാണുന്നവരെ ഇറ്റ്സ് മീ ചേസ് സൈനിങ് ഓഫ്. ഗോഡ് ബ്ലസ് യു ഓൾ ആൻഡ് താങ്ക് യു.